എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, മലയാളം ഒരു പാടില്ലല്ലേ. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ, കുളിർമഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ, ഒന്നു കണ്ടോട്ടെ ഞാൻ, മെയ്യിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാണഴകേ. നിറവാർ മഴവിൽ ചിറകേ, നിനവിൽ വിരിയും നിനവേ, വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പാലക്കാട് വീട്. അപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി. അപ്പോൾ ബസ്സിൽ ഒരു മണിക്കൂറോളം ഇരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് സീറ്റ് കിട്ടും വിദ്യാർത്ഥികൾക്ക്, എപ്പോഴും ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്ന് ഈ പാട്ട് കേൾക്കുന്ന ഒരു ഫീലുണ്ട്. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ് വരും. എനിക്കൊരു കുറ്റബോധം തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം പുങ്ങുന്നത്താണല്ലോ അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ എൻ്റെ അമ്മ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ പുങ്ങുന്നം തിരുവമ്പാടി വഴി കൂടെ പോകുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോഴും അദ്ദേഹം ഇടയ്ക്ക് അവിടെ നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചായ കുടിക്കാൻ അടുത്തുള്ള കടയിലൊക്കെ പോകുന്നുണ്ടാവും. എൻ്റെ കുറ്റബോധം എന്ന് വെച്ചാൽ അദ്ദേഹവുമായി സംസാരിക്കാൻ പറ്റിയില്ല ആ സമയത്തൊന്നും. എനിക്കന്നൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്കതിലൊക്കെ ഒരു ഫീലിംഗ് വരുന്നതും കാര്യങ്ങളൊക്കെ. ഓരോരുത്തർക്കും എന്തൊക്കെയാ പറയാനുള്ളത്. വേറൊരു കാര്യം, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആസ് എ സിംഗർ ഒരു പാട്ട് വൃത്തിയായിട്ട് പഠിച്ച ഒരേ ഒരു പാട്ട് ആദ്യമായിട്ട് ലൈഫിൽ ഇദ്ദേഹത്തിൻ്റെ പാട്ടാണ്. കാരണം അന്നൊക്കെ എത്രയോ ദാസാറ പാട്ടുകളാണ് കേട്ടുകൊണ്ടേയിരുന്നത്. പക്ഷേ 90s കിഡ്സിന് അറിയാം ഒന്നിന് ശ്രുതി താഴ്ത്തി അല്ലേ. ഉച്ചത്തിൽ വിളിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ, അത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്ത. എങ്ങനെയത് പാടി വെച്ചിരിക്കുന്നതെന്നാണ്. അതായത് ഒന്ന് മെല്ലെ പാടൂ, എൻ്റെ ഇത് ഉറങ്ങാണ് എന്ന് പറയുന്ന സാധനം ആ ഒരു പറയുന്ന പോലെ തന്നെ ആ ഒരു അത്രയും അർത്ഥമായിട്ട് അത് കംപ്ലീറ്റ് പാട്ടുകളും. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പോലും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയപ്പം തുടക്കം മുതൽക്ക് അവസാനം വരെ എല്ലാവരും പാടുക. എല്ലാവർക്കും ബൈ ഹാർട്ടാണ് ആ പാട്ടുകളൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ പാട്ടുകളിലേക്ക് വരാം.